ഒരു ദിവസം ദം ബിരിയാണി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് ദം ബിരിയാണി കഴിക്കാൻ പോയിട്ടോ. അവനാണെങ്കിൽ ഡയറ്റൊക്കെ ആയതുകൊണ്ട് മന്തി മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ മന്തി കഴിക്കുമോ? എനിക്കത് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല എന്താ പുള്ളി ഉദ്ദേശിച്ചത്. മന്തി കഴിക്കുമ്പോഴത്തേനും അതിൻ്റെ ലെഗ് പീസാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ആ സാധനത്തിന് ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന് നിർബന്ധം. പിന്നെ ഫൈനലി ഞങ്ങൾ ചെസ്റ്റ് പീസ് തരാൻ വേണ്ടി പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ക്രേവിങ് ദം ബിരിയാണിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കി. നല്ല മണമൊക്കെ ആയിരുന്നു. കൂടെ അച്ചാറും ഉണ്ട്, സാലഡും ഉണ്ടായിരുന്നേ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കുഴച്ച് കഴിക്കുമ്പോഴത്തേന് എന്താ സുഖമെന്നറിയോ. മേ ബി എനിക്ക് ക്രേവിങ് ആയതുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ് തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ കൊള്ളാം. അവനാണെങ്കിൽ എപ്പോഴും പോയി കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ആട്ടോ ഇത്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ദം ബിരിയാണിയാണ് ഭയങ്കര നല്ലതെന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേനും എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല ദം ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി. മന്തി അവന് വേണ്ടി മേടിച്ചാണെങ്കിൽ ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് മന്തി കഴിച്ചപ്പോഴത്തേനും എനിക്ക് ഈ സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നാണെങ്കിൽ ബിരിയാണിയൊക്കെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അത് കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെറൈറ്റി സാധനം വന്നപ്പോഴത്തേനും എനിക്ക് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് ഫ്രൈഡ് റൈസ് പോലും ഇഷ്ടമല്ല, അത്രയ്ക്ക് എനിക്ക് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മന്തി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പിന്നെ കഴിച്ച് കാരണം കൂടെ ഉള്ളവർ കൂടുതൽ മന്തിയാണ് കഴിക്കുന്നത്. അങ്ങനെ എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ എന്നൊരു ഓപ്ഷൻ വന്നിട്ട് കഴിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. പിന്നെ കുടിക്കാനായിട്ട് ഷാർജയും പിന്നെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടോ മേടിച്ചത്. ഷാർജ എനിക്ക് വേണ്ടിയും പൈനാപ്പിൾ ജ്യൂസ് അവന് വേണ്ടിയിട്ടുമായിരുന്നു. ഷാർജയിൽ പൊതുവേ ഞാൻ മധുരം കുറച്ച് ഇടാൻ പറയും, പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഇച്ചിരി മധുരം കൂടുതലായിപ്പോയി. പൈനാപ്പിൾ ജ്യൂസ് കുഴപ്പമില്ലായിരുന്നു, ഐസൊന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയൊക്കെ മേടിക്കുക. നമുക്ക് സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ NH തന്നെ പാറശാലയിലോട്ട് പോകുമ്പോൾ റാഫി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ.